നമസ്കാരം. മാംസദാഹിയായ ഭീകരനായ ബാക്ടീരിയയാണ് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത. ജപ്പാനിൽ മാംസം തിന്നുന്ന ബാക്ടീരിയ ബാധിക്കുന്ന രോഗം പലർക്കും പിടിച്ചിരിക്കുന്നു എന്നത് വളരെ വലിയൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയുടെ രൂപത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ജപ്പാനിൽ ഏതാണ്ട് 1000-ഓളം പേർക്ക് ഈ രോഗം ഈ വർഷം ഉണ്ടായി എന്നാണ് വാർത്തയിലുള്ളത്. നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട വസ്തുത, ജപ്പാനിലോ ചൈനയിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ ഏതെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും രോഗം പിടിപെട്ടാൽ അത് അന്താരാഷ്ട്ര വാർത്താ പ്രാധാന്യം നേടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിലെ മലയാള മനോരമയോ മാതൃഭൂമിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പത്രക്കാരോ ഈ പറയുന്ന സംഭവം ജപ്പാനിൽ പോയി നേരിൽ കണ്ട് മനസ്സിലാക്കിയ ഒന്നല്ല. അവരെ ആരോ അറിയിക്കുകയാണ്. അവരെ അറിയിക്കുന്നത് അന്താരാഷ്ട്ര അമേരിക്കയുടെ മറ്റ് നിയന്ത്രണത്തിലുള്ള വാർത്താമാധ്യമ ഏജൻസികളാണ്. അവരവർക്ക് വാർത്ത അയച്ചു കൊടുക്കുന്നു. അവരാണ് തീരുമാനിക്കുന്നത് ഏത് വാർത്ത പത്രത്തിൽ വരണം എന്നുള്ളത്. അങ്ങനെ അവരെ അയച്ചു കൊടുക്കുന്ന വാർത്ത നമ്മുടെ നാട്ടിലെ പത്രമുതലാളിമാരും TV മുതലാളിമാരും രണ്ടാമതൊന്നും ആലോചിക്കാതെ പരസ്യപ്പെടുത്തും. കുറച്ച് പേടിപ്പിക്കുന്ന വിധത്തിൽ തലക്കെട്ടൊക്കെ എഴുതി വിട്ടേക്കണം എന്ന് അവിടുന്ന് ഉത്തരവുണ്ടെങ്കിൽ ആ ഉത്തരവിൻ്റെ കൂടി ഒരല്പം ദമ്പടി കൂടി കിട്ടുമെങ്കിൽ ഇവർ ഉറപ്പായിട്ടും അനുസരിക്കും. ജനങ്ങളൊന്ന് പേടിച്ചോട്ടെ, ഇങ്ങനൊരു ബാക്ടീരിയ ഉണ്ട് എന്നറിഞ്ഞ് ജനങ്ങളൊന്ന് പേടിച്ചോട്ടെ. അപ്പോൾ ഇവിടെ ചർച്ചകൾ കൊഴുക്കുന്നത് അടുത്ത മഹാമാരിയാണോ ഇതിനി? കൊറോണ എന്ന് പറയുന്ന ഭീകര മഹാമാരി വന്നതുപോലെ ഇനി ഇത് വന്ന് നമ്മളെ എല്ലാവരെയും കൊന്നു കൊലവിളിക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ചില തൽപര കക്ഷികൾ അവരുടെ ബിസിനസ്സിന് വേണ്ടി, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി, അതിലേക്ക് ആൾക്കാരെ ഒരുക്കുന്നതിന് വേണ്ടി വാർത്താമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ഒരു പത്രക്കാരനും നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കി വേരിഫൈ ചെയ്ത ഒരു വാർത്തയല്ല ജപ്പാനിലെ ഈ സംഭവം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പത്രത്തിനെ വിശ്വസിക്കാൻ സാധിക്കും. എന്നാൽ ഇതങ്ങനെയല്ല. ഇങ്ങനെ വരുന്ന വാർത്തകളെല്ലാം അവർക്ക് പോലും അറിവില്ലാത്തതും ആരോ പറഞ്ഞതിൻ്റെ പേരിൽ അവർ പ്രസിദ്ധീകരിക്കുന്നതുമാണ്. ഇനി അടുത്തതായിട്ട് ഇതിനകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ ഈ പറഞ്ഞ കാര്യം ഒരു ഭീകര സംഭവമാണ്. മാംസം തിന്നുന്ന ബാക്ടീരിയയാണ്. പഴയ കാലത്ത് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ രക്തം കുടിക്കുന്ന യക്ഷികളുണ്ടായിരുന്നു. മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന കാട്ടാളന്മാരുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അങ്ങനെയുള്ള യക്ഷികളും കാട്ടാളന്മാരൊന്നുമില്ല. അവരൊക്കെ അപ്രത്യക്ഷരായി. അതിന് ബദലായിട്ടാവാം ഇപ്പോൾ ഈ മാംസം തിന്നുന്ന ഭീകരനായ ബാക്ടീരിയ. എന്ത് രസമുണ്ട് കേൾക്കാൻ, മാംസം തിന്നുന്ന ബാക്ടീരിയ. സാധാരണക്കാരൻ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടി വിറച്ചു പോകും. ഇതിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ബാക്ടീരിയ വന്ന് കയറി നമ്മുടെ മാംസമെല്ലാം തിന്നത് കയറും. നമ്മൾ അസ്ഥിപഞ്ജരമായി പോയാൽ എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? അപ്പം നമ്മൾ ഈ ഭീകര വാർത്തയെ ഒരു ഭീകര വാർത്തയായിട്ട് തന്നെ അങ്ങ് അംഗീകരിച്ചുകൊണ്ട് ഒന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കും ഇവിടുത്തെ സർക്കാരിനും ആരോഗ്യ വകുപ്പിനും നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യകാര്യത്തിലോ അവർ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് മരിച്ചു പോകുന്നതിലോ വല്ല താല്പര്യവുമുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് ഉള്ള ഭീകരവാർത്ത എന്താണ്? അങ്ങ് ജപ്പാനിൽ 1000 പേർക്ക് ഏതോ ഒരു രോഗം പിടിച്ചെന്നും അങ്ങനെ പിടിച്ചാൽ 48 മണിക്കൂർ കൊണ്ട് ആ പിടിച്ചയാൾ മരിക്കുമെന്നും അതുപോലെ തന്നെ ബാധിച്ച ആൾക്കാരിൽ 30% പേര് മരിക്കുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങ് ജപ്പാനിലാണ്. ജപ്പാനിലൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്കെന്താണ്? നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ നോക്കേണ്ടതല്ലേ? നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും 60 വയസ്സ് പോലും തികയാതെ നിരവധി പേര് മരിച്ചു പോകുന്നുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള, മധ്യവയസ്കരായിട്ടുള്ള നിരവധി ആളുകൾ. ഒരു വ്യക്തി കുറഞ്ഞത് 60 വയസ്സ് വരെയെങ്കിലും ജീവിക്കണം എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. 60 എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറഞ്ഞ പ്രായമാണ്. ഒരു മനുഷ്യൻ 80 വയസ്സോ 90 വയസ്സോ ഒക്കെ ജീവിക്കേണ്ടതാണ്. പക്ഷെ 60എങ്കിലും ജീവിക്കണ്ടേ? എന്നാൽ നിങ്ങൾ നോക്കണം, നമ്മുടെ നാട്ടിൽ വരുന്ന പത്രങ്ങളിലെ ചരമകോളം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 60 വയസ്സെത്തും മുമ്പ് മരിച്ചു പോകുന്ന നിരവധി പേർ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊരു പ്രതിഭാസമായിട്ട് തുടരുകയാണ്. ഞാൻ എന്നും എല്ലാ ദിവസവും പത്രങ്ങളിൽ നോക്കുന്നുണ്ട്. ഒരു ദിവസം കുറഞ്ഞത് 50 മുതൽ 100 പേര് വരെ
60 വയസ്സെത്താതെ നമ്മുടെ ഈ സംസ്ഥാനത്ത് മരിച്ചു പോകുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ മലയാള മനോരമ, മാതൃഭൂമി പത്രങ്ങളുടെ ചരമകോളം എടുത്തൊന്ന് പരിശോധിക്കുക, കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് 60 വയസ്സ് പോലും എത്താതെ നമ്മുടെ നാട്ടിൽ, അതും ആരോഗ്യകാര്യത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൽ, ഇങ്ങനെ വ്യക്തികൾ മരിച്ചു പോകുന്നത്? ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ നമ്മുടെ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നുണ്ടോ? ഈ ഞെട്ടിപ്പിക്കുന്ന, യഥാർത്ഥത്തിൽ ഭീകരമായിട്ടുള്ള ഈ അവസ്ഥ ഒരു ഭീകരാവസ്ഥയായിട്ട് നമ്മുടെ ഏതെങ്കിലും പത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? പത്രം ഓഫീസിലേക്ക് ചെന്നിട്ടാണ് ഈ ചരമ വാർത്ത അവിടെ കൊടുക്കുന്നത്. പത്ര ഓഫീസിൽ ചെന്നിട്ട് ഇന്നപോലെ ഞങ്ങളുടെ ഇന്നാരും മരിച്ചു, ഫോട്ടോ ഉൾപ്പെടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ കാണുന്നുണ്ട്, ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ മരിച്ചു, നിരവധി പേര് മരിക്കുന്ന എല്ലാ ദിവസവും. അതൊരു വാർത്തയാക്കാൻ നമ്മുടെ പത്രങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? അത് വാർത്തയാക്കാതെ അങ്ങ് ജപ്പാനിൽ ആർക്കോ പനി പിടിച്ചു, അത് വലിയൊരു രോഗമാണ്, നാളെ അതൊരു മഹാമാരിയായിട്ട് മാറും എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രൊജക്ഷൻ ആർക്കോ വേണ്ടി അവർ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന മരണങ്ങളെ അവർ അവഗണിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഭീകര സംഭവം ജപ്പാനിലാണോ അതോ കേരളത്തിലാണോ നടക്കുന്നത്? ഇനി ഇവർ പറഞ്ഞ ഈ ഭീകര വാർത്തയിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അതിൻ്റെ തട്ടിപ്പ് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷം ജപ്പാനിൽ 941 പേർക്ക് ഈ പറയുന്ന മാംസം തീനി ബാക്ടീരിയയുടെ രോഗമുണ്ടായി എന്നാണ് പറയുന്നത്. 30% പേരും ഈ രോഗം ബാധിച്ചാൽ മരിക്കുമെന്നാണ് അമേരിക്കയുടെ CDC പറയുന്നത്. അവരെങ്ങനെ ഇത് കണ്ടുപിടിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 30% പേരും മരിക്കും. അപ്പം ജപ്പാനിൽ 941 പേർക്ക് കഴിഞ്ഞ കൊല്ലം ഈ രോഗമുണ്ടായെങ്കിൽ മരിച്ചു പോകേണ്ടത് അപ്രോക്സിമേറ്റ്ലി 300 പേരാണ്. 300-ൽ അധികം ആൾക്കാർ മരിക്കണം. പക്ഷെ അവിടെ ആകെ മരിച്ചത്, ഈ രോഗം ബാധിച്ചിട്ട് 97 പേര് മാത്രമാണ്. 97 പേര് മാത്രമേ മരിച്ചുള്ളെങ്കിൽ മരണശതമാനം 10 ആകുന്നുള്ളൂ. രോഗബാധിതരുമായിട്ട് നമ്മൾ അതിൻ്റെ ശതമാനം നോക്കുമ്പോൾ 10% ആൾക്കാർ മാത്രമേ മരിച്ചിട്ടുള്ളൂ. എന്നിട്ടും CDC പറയുന്നത് 30% എന്നാണ്. ഇനി നമുക്ക് ഈ മരിച്ചുപോയ 97 പേരെ കൂടി ഒന്ന് എടുത്ത് ഇവരുടെ യഥാർത്ഥത്തിലുള്ള പ്രായം എത്രയായിരുന്നു, അവരുടെ ആരോഗ്യസ്ഥിതി എന്തായിരുന്നു, അവർക്ക് ഏതെങ്കിലും മറ്റ് രോഗങ്ങൾ ഉണ്ടായിരുന്നോ, ആ രോഗങ്ങൾക്ക് ഇവർ ചികിത്സയിലായിരുന്നോ, ഈ വക കാര്യങ്ങളൊന്നും വാർത്തകളിലില്ല. 97 പേര് മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മരിച്ചുപോയ ഓരോ വ്യക്തിയുടെയും യഥാർത്ഥ ആരോഗ്യാവസ്ഥ, പ്രായം, അവർ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ, അവർക്ക് മറ്റ് രോഗങ്ങളുണ്ടായിരുന്നോ, ഇതെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ അവർ മരിച്ചത് മാംസം തിന്നുന്ന ബാക്ടീരിയ മൂലമാണോ അതോ മനുഷ്യനെ തന്നെ വിഴുങ്ങുന്ന മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന്. ഒപ്പം നമ്മൾ ഈ 97 മരിച്ചുപോയ ആൾക്കാരെ അല്ല നോക്കേണ്ടത്. 941-ൽ 97 പേര് മരിച്ചു പോയെങ്കിൽ ബാക്കി 800 ചില്ലുവാനും ആൾക്കാരുണ്ടായി, 840ഓളം ആൾക്കാർ. അവരെന്തുകൊണ്ട് മരിച്ചില്ല? അപ്പോൾ ഒരു മഹാമാരി അല്ലെങ്കിൽ ഒരു ഭീകര വൈറസ്, ഒരു ഭീകര ബാക്ടീരിയ എന്നൊക്കെ പറയുമ്പോൾ അത് ഏതെങ്കിലും വ്യക്തിയെ ബാധിച്ചാൽ അയാളെയും കൊണ്ടേ പോകാവൂ. അയാൾ മരിച്ചിരിക്കണം, അപ്പോൾ മാത്രമേ അത് ഭീകരമാകുന്നുള്ളൂ. പഴയ കാലത്ത് യക്ഷി ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ യക്ഷി അവനെ കൊല്ലും, അല്ലാതെ യക്ഷി 10% ആൾക്കാരെ കൊല്ലും അല്ലെങ്കിൽ 30% പേരെ കൊല്ലും, അങ്ങനൊന്നുമില്ല. യക്ഷിയുടെ കയ്യിൽ പെട്ടാൽ അവൻ തീർന്നു. കാട്ടാളൻ്റെ കയ്യിൽ പെട്ടാലും ശരി, അവൻ തീർന്നു. അവൻ്റെ എല്ലും മുട്ടം പോലും ബാക്കി കിട്ടത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആകെ 10% പേർക്കേ മരണം ഉണ്ടാകുന്നുള്ളൂ. ആ 10% പേര് ആരോഗ്യമുള്ളവരായിരുന്നോ അതോ നിത്യരോഗികളായിരുന്നോ അതോ പ്രായമുള്ളവരായിരുന്നോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഭൂരിപക്ഷം പേര്, 90% ആൾക്കാരും രക്ഷപ്പെടുന്നു. 90% പേര് രക്ഷപ്പെടുന്ന ഒരു രോഗാവസ്ഥയെ എങ്ങനെയാണ് നമ്മൾ ഭീകരമായിട്ട് കാണുന്നത്? ആ 90% പേർക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ ബാക്ടീരിയ ഒരു ബാക്ടീരിയ അല്ല, ഇത് ഒരു രോഗം ഉണ്ടാക്കുന്നില്ല. ഇത് രോഗമുണ്ടാക്കുന്നതോ ഭീകരമായതോ ആണെങ്കിൽ ആ 90 പേരും മരിക്കേണ്ടതാണ്, 90% പേരും മരിക്കേണ്ടതാണ്, അല്ലേ? ആലോചിച്ച് നോക്ക്. 90% പേർക്കും ഒന്നും സംഭവിക്കുന്നില്ല. ആ 90% പേർക്കും എന്തുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന ഒരു ഒറ്റ കാരണമാണ് നമ്മളിവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ ആ വ്യക്തികൾക്ക് അത് വന്നിട്ടും കുഴപ്പമുണ്ടായില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കുന്നോ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി എങ്ങനെയാണോ ആ ജീവിത രീതി അനുകരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. സിമ്പിൾ. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഇവിടെ ഒരു രോഗം എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഒരു ഭീകര സംഭവമാക്കി ചിത്രീകരിച്ച് ആൾക്കാരുടെ മനസ്സിൽ ഭയം വിതറി ആ ഭയത്തെ മുതലെടുത്തുകൊണ്ട് ചില താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ചില മാഫിയകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
കൊറോണ വന്നപ്പോഴും ഇതുപോലെ ഭയം വിതറിയാണ് ആൾക്കാരെ അവർ ആശുപത്രികളിൽ എത്തിച്ചത്. ഇപ്പോഴും ആ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന ഭീകരത, 60 വയസ്സ് പോലും എത്താതെ ഇവിടെ ദിവസവും കുഴഞ്ഞു വീണ് മരിക്കുന്ന, അല്ലാതെയും മരിച്ചു പോകുന്ന ആൾക്കാർ, ഇതേക്കുറിച്ച് ആരോഗ്യമന്ത്രിയോട് ശ്രീ വി ഡി സതീശൻ നിയമസഭയിൽ ചോദിച്ചതാണ് ഈ അടുത്ത സമയത്ത്. നിങ്ങളുടെ പക്കൽ ഇതിനെക്കുറിച്ച് എന്ത് ഡേറ്റയുണ്ട്, എന്ത് എക്സ്പ്ലനേഷൻ ഉണ്ട്? ഒരു എക്സ്പ്ലനേഷനും ഇല്ല, ഒരു ഡേറ്റയും ഇല്ല, ഒരു എക്സ്പ്ലനേഷനും ഇല്ല. ആൾക്കാർ മരിക്കുന്നുണ്ട്, മരിച്ചോട്ടെ, എന്താ. പക്ഷേ ജപ്പാനിൽ രോഗം പിടിപെട്ടാൽ നമ്മളിവിടെ കരുതൽ വെക്കണം. അമേരിക്കയിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ അതിൽ ഒരാൾ മരിച്ചാൽ നമ്മളിവിടെ ജാഗ്രത പാലിക്കണം. നിങ്ങൾ ആലോചിക്കണം ഈ ലോകത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ നമ്മൾ ഇവർ പറയുന്ന ആ നെഗറ്റിവിറ്റി ഒരിക്കലും തലയിലേക്ക് എടുക്കാതെ അവിടെ നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെയുള്ള റീസൺസാണ്. മരിച്ചുപോയ ആൾക്കാർക്ക് മറ്റെന്തെങ്കിലും രോഗമുണ്ടായിരുന്നോ? അവരുടെ ഫുൾ ഡീറ്റെയിൽസ് അവർ കൊടുക്കുന്നുണ്ടോ? ആരൊക്കെയാണവർ? ശരിക്കും അങ്ങനെ ആരും മരിച്ചോ? 97 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ ആരാണ് ഈ 97 പേര്? ആരും മരിക്കാതെയും അങ്ങനെ വാർത്ത കൊടുക്കാമല്ലോ. ആർക്കെങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റും? 941 പേർക്ക് രോഗം വന്നു എന്ന് പറയും. നമുക്കെങ്ങനെ അറിയാൻ പറ്റും? ആരാണത് സർട്ടിഫൈ ചെയ്തത്? കൃത്യമായിട്ട് ഇത്രയും പേർക്ക് രോഗം പിടിച്ചു, അവരുടെ പേര് വിവരങ്ങൾ ഇതാണ്, അവരിൽ മരിച്ചു പോയത് ഇതാണ്, അവർക്ക് ഇത്ര വയസ്സുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഡേറ്റ വെച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള വാർത്തകൾ വരേണ്ടത്. ഇതൊന്നും നിങ്ങൾക്ക് വാർത്തകളിൽ കിട്ടില്ല. ഒരു പുകമറ മാത്രം. ഈ പുകമറ വെച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ഇത്തരത്തിൽ വാർത്തകൾ വായിക്കുന്ന ആൾക്കാരെ ഭയപ്പെടുത്തി പറ്റുമെങ്കിൽ ആ രോഗം ഇവിടെ മാർക്കറ്റ് ചെയ്യുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടി മാത്രം ഇട്ടതാണ്. താങ്ക് യു.